ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയമുള്ളവരെ, ശരിക്കും ഇന്ന് നമ്മളെ നോമ്പുകാലം 24-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ചില തെറ്റുകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ തിരുത്തിപ്പോകുന്നത് വളരെ നല്ലതാണ്. ആഗോള കത്തോലിക്ക സഭ യേശുക്രിസ്തുവിൻ്റെ പെസഹ, ദുഃഖവെള്ളി, ഈസ്റ്റർ എന്നിവ ഉൾപ്പെടുന്ന പെസഹ ത്രിദിനത്തിൻ്റെ ഒരുക്കമായി ശാരബുധൻ, അതായത് വിഭൂതി ബുധൻ മുതൽ ഈസ്റ്ററിന് തൊട്ട് മുമ്പുള്ള ദുഃഖ ശനി വരെയുള്ള ദിവസങ്ങൾ പ്രാർത്ഥനയുടെ ഒരുക്കത്തിൻ്റെ ദിവസമായി, ദിവസമായി, നോമ്പ് കാലമായി കരുതുന്നു. ശരിക്കും ബൈബിളിൻ്റെയും സഭ പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കത്തോലിക്ക സഭ 40 ദിവസങ്ങൾ പെസഹ നോമ്പ് ആചരണമായി ആചരിക്കുമ്പോൾ, കത്തോലിക്ക സഭയിൽ തന്നെ സീറോ മലബാർ, സീറോ മലങ്കര പോലുള്ള സഭകൾ 50 ദിവസത്തെ നോമ്പായും ആചരിക്കുന്നു. എന്നാൽ കത്തോലിക്ക സഭയിലെ പ്രത്യേകിച്ച് റോമൻ കത്തോലിക്ക സഭ 40 ദിവസത്തെ നോമ്പ് ആചരിക്കുന്നത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട 3 വ്യക്തികളെ എടുത്തുകൊണ്ടാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനതയെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് മോശ 40 വത്സരങ്ങളാണ് ഇസ്രായേൽ ജനതയെ മരുഭൂമിയിൽ കൂടെ നയിച്ച് 40-ാം വർഷത്തിൽ സീനായി മലയിൻ്റെ താഴ്വരയിലെത്തുകയും സീനായി മലയുടെ മുകളിൽ മോശ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. രണ്ടാമത്തത്, 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയ പ്രവാചകൻ 40 ദിവസങ്ങൾ നടന്ന് കർത്താവായി ദൈവം നൽകിയ അപ്പം മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. മൂന്നാമത്തത്, ദൈവത്തിൻ്റെ ഏകപുത്രനായ ഈശോ മിശിഹ, നമ്മുടെ കർത്താവായ ദൈവം 40 ദിവസം രാവും പകലും മരുഭൂമിയിൽ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഈ 3 പ്രധാനപ്പെട്ട ബൈബിൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് ആഗോള കത്തോലിക്ക സഭ ഈസ്റ്ററിൻ്റെ മുന്നൊരുക്കമായിട്ടുള്ള 40 ദിവസത്തെ പ്രാർത്ഥന, നോമ്പ് ആചരിച്ചു വരുന്നു. എന്നാൽ നമ്മൾ കറക്റ്റ് വിഭൂതി ബുധൻ മുതൽ ദുഃഖ ശനി വരെയുള്ള, ഈസ്റ്ററിന് മുമ്പും ദുഃഖവെള്ളിക്ക് ശേഷം വരുന്ന ശനി വരെയുള്ള ദിവസങ്ങൾ കറക്റ്റ് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് 46 ദിവസങ്ങൾ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് 46 ദിവസങ്ങൾ വരികയും എന്നാൽ 40 നോമ്പെന്ന് പറയുകയും ചെയ്യുക? അതായത് വിഭൂതി ബുധൻ മുതൽ ദുഃഖ ശനി വരെ വരുന്ന ദിവസങ്ങളിൽ 6 ഞായറാഴ്ചകൾ വരുന്നുണ്ട്. ഈ ഞായറാഴ്ച ദിവസം ആഗോള കത്തോലിക്ക സഭ യേശുവിൻ്റെ ഉദ്ധാനവുമായി ബന്ധപ്പെടുത്തിയാണ് ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക. അതിനാൽ നോമ്പ് കാലത്തിൽ ഞായറാഴ്ച ദിവസങ്ങളെ നോമ്പ് കാലത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. എങ്കിലും നോമ്പിൻ്റെ വിശുദ്ധിയോടുകൂടെ തന്നെ ഈ ഞായറാഴ്ച ദിവസങ്ങൾ ആചരിക്കുവാനും സഭ നമ്മെ പഠിപ്പിക്കുന്നു. കത്തോലിക്ക സഭയിലെ സീറോ മലബാർ, സീറോ മലങ്കര പോലുള്ള റീത്തുകൾ വിഭൂതി തിരുനാൾ തിങ്കളാഴ്ച മുതലാണ് ആചരിക്കുക. അതായത് നമ്മൾ ആചരിക്കുന്ന വിഭൂതി ബുധന് തൊട്ട് മുൻപുള്ള തിങ്കളാഴ്ച മുതൽ ആചരിക്കുന്നു. അങ്ങനെ അവർക്ക് 50 നോമ്പ് ആയി വരുന്നു. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ആ ദിവസം, കാരണം ഞാൻ ഞായറാഴ്ച ഉൾപ്പെടെയാണ് ദിവസങ്ങൾ പറഞ്ഞു വന്നിരുന്നത്, പക്ഷേ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് 46 ദിവസങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മാറ്റി യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് കത്തോലിക്ക സഭ 40 നോമ്പ് ആചരിക്കുന്നു എന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്തിൽ കർത്താവായ യേശുവിനോടൊപ്പം ബൈബിളിൽ പറഞ്ഞതുപോലെ 40 വത്സരങ്ങൾ മോശ ഉപവസിച്ച് പ്രാർത്ഥിച്ചതുപോലെ 40 ദിനങ്ങൾ ദൈവം നൽകിയ അപ്പം മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഏലിയ പ്രവാചകൻ ഉപവസിച്ചതുപോലെ
നമ്മുടെ സൃഷ്ടാവും നാഥനും കർത്താവുമായ ഈശോ മിശിഹ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചതുപോലെ ഈ പെസഹ ദിവസങ്ങളിൽ നമുക്കും ദൈവത്തിനോടൊപ്പമായിരുന്നു കൊണ്ട് ഉപവസിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് ദൈവം നിങ്ങളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.